വ്യാജ ആധാർ കാർഡ് നിർമ്മാണം നടന്നുവെന്ന കോൺഗ്രസിന്റെ പരാതി ഉയർത്തിയ വിവാദങ്ങൾ ചില്ലറയല്ല. ആ പരാതിയിൽ ഇപ്പോൾ തളിപ്പറമ്പിൽ പോലീസിന്റെ റെയ്ഡ് നടന്നിരിക്കുന്നു. CPM നിയന്ത്രണത്തിലുള്ള ടാപ്കോ സൊസൈറ്റിയിലാണ് റെയ്ഡ് നടന്നത്. തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. അർജുൻ കല്യാണുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. അർജുൻ, എപ്പോഴായിരുന്നു പരിശോധന? ഈ KC വേണുഗോപാൽ ആരോപിച്ച പാർട്ടി ഓഫീസിനോട് ചേർന്ന ഇടത്ത് തന്നെയാണോ ഈ ടാപ്കോയും പ്രവർത്തിക്കുന്നത്? KC വേണുഗോപാൽ പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3ാം നിലയിൽ ഇത്തരം വ്യാജ ആധാർ കാർഡിന്റെ നിർമ്മാണം നടക്കുന്നു എന്നാണ് ആരോപണം ഉയർത്തിയത്. ഇപ്പോൾ പോലീസ് റെയ്ഡ് നടത്തിയിരിക്കുന്നത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ, അതായത് ആരോപണവും ഇപ്പോൾ റെയ്ഡ് നടത്തിയ സ്ഥലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ട് മണ്ഡലത്തിലാണ്. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ CPIMന്റെ നിയന്ത്രണത്തിലുള്ള ടാപ്കോ സൊസൈറ്റിയിലാണ് ഇപ്പോൾ പോലീസ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിലധികം സമയം പോലീസ് ആ സൊസൈറ്റിയിലെ രേഖകളെല്ലാം തന്നെ പരിശോധിച്ചു. ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വിശദമായ രീതിയിലുള്ള ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പോലീസ് ഏറ്റവും ഒടുവിലായി സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഒരു തെളിവും, ഈ ആരോപണം തെളിയിക്കുന്ന അല്ലെങ്കിൽ പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ ആ ഓഫീസിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പരാതി ഉന്നയിക്കപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് ദൂരെ മാറി അതും മറ്റൊരു മണ്ഡലത്തിൽ നടത്തിയ പരിശോധന, അവിടെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ട് എന്ന സൂചന പോലീസിന് കിട്ടിയിരുന്നോ? ആദ്യം ഈ പറയുന്ന പയ്യന്നൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള V കുഞ്ഞികൃഷ്ണൻ, അല്ലെങ്കിൽ V കുഞ്ഞികൃഷ്ണനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി നൽകിയത്. KC വേണുഗോപാലും കോൺഗ്രസും ഒക്കെ KPCC തന്നെ നേരിട്ടും ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. അതേസമയം തന്നെ തളിപ്പറമ്പിലെ UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്ന TK ഗോവിന്ദനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പരാതിയിൽ പരാമർശിക്കപ്പെട്ട ഒരു സ്ഥാപനം കൂടിയാണ് ഈ ടാപ്കോ സൊസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിന്, അതായത് തളിപ്പറമ്പിലെ പോലീസിന് ഈ സൊസൈറ്റിയിൽ ഒരു പരിശോധന നടത്തണം എന്നുള്ള കാര്യം നിർദ്ദേശമായി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ അത് പറയുമ്പോൾ കൂടി ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പരിശോധന നടത്തുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായി തന്നെ നമ്മൾ കാണേണ്ടതാണ്. എന്തായാലും ഈ പരാതിയുമായും അല്ലെങ്കിൽ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ വലിയ രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ റെയ്ഡുകൾ, അതുപോലെ തന്നെ പരാതികൾ, ആരോപണങ്ങളൊക്കെ ചൂടുപിടിച്ചു വരുന്നത്. നാളെ ഒരുപക്ഷെ CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്തായാലും പയ്യന്നൂരിലും തളിപ്പറമ്പിലുമായി ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവുകയാണ്. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ പരാതി ഉന്നയിച്ച ടാപ്കോയുടെ ഓഫീസിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പയ്യന്നൂരിൽ മറ്റു റെയ്ഡുകളും കാര്യങ്ങളൊന്നും ഇതുവരെയും നടന്നിട്ടുമില്ല.